വിറ്റാമിനുകൾ ശരീരത്തിൻ്റെ വളർച്ചയ്ക്കും ആരോഗ്യത്തിനും ചെറിയ അളവിൽ അത്യാവശ്യമുള്ള പോഷകഘടകങ്ങളാണ് വിറ്റാമിനുകൾ. ഇനി ഇവിടെ ഒരു ബോക്സിൽ വിറ്റാമിനുകളും അതിൻ്റെ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. ആദ്യത്തെ വിറ്റാമിൻ എന്ന് പറയുന്നത് വിറ്റാമിൻ എ. വിറ്റാമിൻ എ അതിൻ്റെ പ്രാധാന്യം കണ്ണ്, ത്വക്ക്, തലമുടി എന്നിവയുടെ ആരോഗ്യം. വിറ്റാമിൻ ബി തലച്ചോറ്, നാഡികൾ, ഹൃദയം, ത്വക്ക് എന്നിവയുടെ ആരോഗ്യം. വിറ്റാമിൻ സി പല്ല്, മോണ, രക്തക്കുഴലുകൾ എന്നിവയുടെ ആരോഗ്യത്തിനും രോഗപ്രതിരോധ ശേഷിക്കും. വിറ്റാമിൻ ഡി എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിനും രോഗപ്രതിരോധ ശേഷിക്കും. വിറ്റാമിൻ ഇ നാഡികളുടെ ശരിയായ പ്രവർത്തനത്തിന്. വിറ്റാമിൻ കെ മുറിവുണ്ടാകുമ്പോൾ രക്തം കട്ട പിടിക്കുന്നതിന്. ഇനി വിറ്റാമിൻ ഡിയും ബി കോംപ്ലക്സും. സൂര്യപ്രകാശത്തിൽ നിന്ന് ലഭിക്കുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ ഡി. ചെറിയ അളവിൽ ഭക്ഷണത്തിൽ നിന്നും ഇത് ലഭിക്കുന്നുണ്ട്. എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിനും രോഗപ്രതിരോധ ശേഷിക്കും ഏറ്റവും ആവശ്യമായ ഒരു വിറ്റാമിനാണിത്. വിറ്റാമിൻ ഡിയുടെ കുറവ് മൂലം കുട്ടികളിൽ എല്ലുകൾ ദുർബലമായ മൃദുവായോ മാറുന്ന അവസ്ഥയാണ് കാണുക. വിറ്റാമിൻ ഡി ലഭിക്കുന്നതിനായി സൂര്യപ്രകാശം ഏൽക്കുന്നത് നല്ലതാണ്. നമ്മുടെ ശാരീരിക പ്രവർത്തനങ്ങൾക്ക് വളരെ അത്യാവശ്യം വേണ്ട ഒരു കൂട്ടം വിറ്റാമിനുകളാണ് ബി കോംപ്ലക്സ്. 8 തരം ബി വിറ്റാമിനുകളുടെ കൂട്ടമാണിത്. ആരോഗ്യം നിലനിർത്തുന്നതിൽ വിറ്റാമിൻ ബി കോംപ്ലക്സ് നിർണായക പങ്ക് വഹിക്കുന്നു. കോശത്തിൻ്റെ ആരോഗ്യം, ചുവന്ന രക്താണുക്കളുടെ വളർച്ച, കാഴ്ചശക്തി, നാഡീപ്രവർത്തനം, ഹൃദയ സംബന്ധമായ ആരോഗ്യം എന്നിവയ്ക്കെല്ലാം ബി കോംപ്ലക്സ് ആവശ്യമാണ്. അപ്പോൾ എന്താണ് കാണാമെന്ന് വെച്ചാൽ, കാണാതെ റിക്കറ്റ് എന്ന് വെച്ചാൽ വൈറ്റമിൻ ഡിയുടെ കുറവ് മൂലം ഉണ്ടാകുന്നൊരു രോഗമാണ്. അതിൻ്റെ ഒരു സിംറ്റം എങ്ങനെയാണെന്ന് വെച്ചാൽ എല്ലുകൾ ദുർബലമാകുകയോ മൃദുവാകുകയോ മാറുന്ന അവസ്ഥയാണിത്. പിന്നെ ഈ ഒരു വൈറ്റമിൻ ഡി എന്ന് പറയുന്നത് ചെറിയ അളവിൽ മാത്രമേ ഭക്ഷണത്തിൽ നിന്ന് ലഭിക്കുന്നുള്ളൂ. കൂടുതലും സൂര്യപ്രകാശത്തിൽ നിന്ന് ലഭിക്കുന്ന ഒരു വൈറ്റമിനാണ് വൈറ്റമിൻ ഡി. അതുപോലെ തന്നെ ഈ ബി കോംപ്ലക്സ് എന്ന് വെച്ചാൽ 8 തരം ബി വിറ്റാമിനുകളുടെ കൂട്ടമാണിത്. നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിനും ചുവന്ന രക്താണുക്കളുടെ വളർച്ചയ്ക്കും കാഴ്ചശക്തിക്കും നാഡീ പ്രവർത്തനത്തിനും ഹൃദയ സംബന്ധമായ ആരോഗ്യം എന്നിവയ്ക്കെല്ലാം ഈ ബി കോംപ്ലക്സ് ആവശ്യമാണ്. ഇനി വിറ്റാമിനുകളും അതടങ്ങിയ ഭക്ഷ്യവസ്തുക്കളുമാണ്. വൈറ്റമിൻ എ ആണെങ്കിൽ മത്സ്യം, ക്യാരറ്റ്. വൈറ്റമിൻ ബി ആണെങ്കിൽ മട്ടേരി, ചീര. വൈറ്റമിൻ സി നെല്ലിക്ക, നാരങ്ങ. വൈറ്റമിൻ ഡി മത്സ്യം, മുട്ട. വൈറ്റമിൻ ഇ നിലക്കടല, ബദാം. വൈറ്റമിൻ കെ കാബേജ്, കോളിഫ്ലവർ. നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്ന് കിട്ടുന്ന ഭക്ഷ്യയോഗ്യമായ ഇലകൾ, പഴവർഗ്ഗങ്ങൾ എന്നിവയിൽ വിവിധ ഇനം വിറ്റാമിനുകൾ ധാരാളം അടങ്ങിയിരിക്കുന്നു. മുരിങ്ങയില, ചീര, പേരയ്ക്ക, പപ്പായ, മാങ്ങ തുടങ്ങിയ വിവിധ ഭക്ഷ്യവസ്തുക്കൾ ആഹാരത്തിൽ ഉൾപ്പെടുത്തേണ്ടതിൻ്റെ ആവശ്യകത മനസ്സിലായല്ലോ. വൈറ്റമിൻ ബി, സി എന്നിവ വെള്ളത്തിൽ ലയിക്കുന്ന വിറ്റാമിനുകളാണ്. എ, ഡി, ഇ, കെ എന്നീ വിറ്റാമിനുകൾ കൊഴുപ്പിൽ മാത്രമേ ലയിക്കുന്നുള്ളൂ. കൊഴുപ്പിൻ്റെ അഭാവത്തിൽ ഈ വിറ്റാമിനുകൾ ശരീരത്തിൽ ആഗിരണം ചെയ്യപ്പെടുകയില്ല. അപ്പോൾ വിറ്റാമിൻ ബിയും സി എന്നിവ വെള്ളത്തിൽ ലയിക്കുന്ന വിറ്റാമിനുകളാണ്. എ, ഡി, ഇ, കെ എ, ഡി, ഇ, കെ എന്നീ വിറ്റാമിനുകൾ കൊഴുപ്പിൽ മാത്രമേ ലയിക്കുന്നുള്ളൂ. അത് നമുക്ക് അടക്കി കൊഴുപ്പ് അങ്ങനെ ഒരു കോഡ് വെച്ച് നമ്മളത് റിമെമ്പർ ചെയ്യാറുണ്ട്. അടക്കി എ, ഡി, ഇ, കെ അടക്കി കൊഴുപ്പ്. എ, ഡി, ഇ, കെ വൈറ്റമിൻ ബിയും സിയും വെള്ളത്തിലും, എ, ഡി, ഇ, കെ അഥവാ അടക്കി കൊഴുപ്പ്. അത് ജസ്റ്റ് ഒന്ന് റിമെമ്പർ ചെയ്യാം. ഇനി എന്താണ് അയൺ? അയൺ ഒരു ധാതുവാണ്. ഇത്തരം ചില ധാതുക്കൾ ശരീരത്തിൻ്റെ ശരിയായ വളർച്ചയ്ക്കും ആരോഗ്യത്തിനും അത്യന്താപേക്ഷിതമാണ്. ഇനി ഏതെല്ലാം ധാതുക്കളാണ് നമ്മുടെ ശരീരത്തിന് ആവശ്യമെന്നും അത് ഏതൊക്കെ ഭക്ഷണത്തിലൂടെയാണ് ലഭിക്കുന്നതെന്നും അതിൻ്റെ പ്രാധാന്യം എന്താണെന്ന് നോക്കാം. അതിലാദ്യത്തേത് അയൺ അഥവാ ഇരുമ്പാണ്. അതിൻ്റെ ആഹാരങ്ങൾ, അതടങ്ങിയിരിക്കുന്ന ആഹാര പദാർത്ഥങ്ങൾ ഇലക്കറികൾ, ശർക്കര, മത്സ്യം, കരൾ. അതിൻ്റെ പ്രാധാന്യം രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ നിർമ്മാണത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്നു. ദെൻ അടുത്തൊരു പ്രധാന ധാതുവാണ് കാൽഷ്യം. കാൽസ്യം അടങ്ങിയിരിക്കുന്ന ആഹാരമാണ് മുട്ട, പാൽ, ഇലക്കറികൾ, മത്സ്യം. അതിൻ്റെ പ്രാധാന്യം എല്ലുകളുടെയും പല്ലുകളുടെയും നിർമ്മാണത്തിനും രക്തം കട്ട പിടിക്കുന്നതിനും സഹായിക്കുന്നു. ദെൻ അടുത്തൊരു ധാതുവാണ് അയഡിൻ. ആഹാരം, കടൽ വിഭവങ്ങളിൽ നിന്നാണ് അയഡിൻ കിട്ടുന്നത്. തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനത്തിന് സഹായിക്കുന്നു എന്നതാണ് അതിൻ്റെ ഒരു പ്രാധാന്യം. ഇനി എന്താണ് ഹീമോഗ്ലോബിൻ?
ചുവന്ന രക്താണുക്കളിൽ കാണപ്പെടുന്ന വർണ്ണവസ്തുവാണ് ഹീമോഗ്ലോബിൻ. ഇവ രക്തത്തിന് ചുവപ്പ് നിറം നൽകുന്നു. രക്തത്തിലെത്തുന്ന ഓക്സിജനെ കോശങ്ങളിൽ എത്തുന്നതിനും അവിടെ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡിനെ തിരിച്ചു കൊണ്ടുപോകുന്നതിനും ഹീമോഗ്ലോബിനാണ്. രക്തത്തിൽ ഹീമോഗ്ലോബിൻ കുറയുന്ന അവസ്ഥയാണ് അനീമിയ. അപ്പം ബ്ലഡിൽ ഹീമോഗ്ലോബിൻ്റെ അളവ് കുറയുന്ന അവസ്ഥയെ അനീമിയ എന്ന് പറയുന്നു. അപര്യാപ്ത രോഗങ്ങൾ അഥവാ ഡെഫിഷ്യൻസി ഡിസീസ്. വിറ്റാമിനുകളും ധാതുക്കളും കുറഞ്ഞ അളവിൽ മാത്രമേ ശരീരത്തിന് ആവശ്യമുള്ളൂ. എങ്കിലും വേണ്ടത്ര അളവിൽ അവ ലഭ്യമായില്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട അപര്യാപ്ത രോഗങ്ങൾ ഉണ്ടാകുന്നു. ഇപ്പോൾ നോക്കാം, വിറ്റാമിനുകളും അതിൻ്റെ അപര്യാപ്ത രോഗങ്ങളുമാണ്. വൈറ്റമിൻ എയുടെ അപര്യാപ്തത കൊണ്ടുണ്ടാകുന്ന രോഗമാണ് നിശാന്തത. വൈറ്റമിൻ ബിയുടെ അപര്യാപ്തത കൊണ്ടുണ്ടാകുന്ന രോഗമാണ് ഗ്ലോസിറ്റിസ്. അതായത് നാവ് വീക്കവും നാവിലെ തൊലി ഇളകുന്ന അവസ്ഥയും വായ്പുണ്ണ് എന്നിവ വൈറ്റമിൻ ബിയുടെ ഡെഫിഷ്യൻസിയാണ്. ദെൻ വൈറ്റമിൻ സി ആണെങ്കിൽ മോണയിൽ നിന്നുള്ള രക്തസ്രാവം അഥവാ സ്കർവി ഉണ്ടാകുന്നത് വൈറ്റമിൻ സി ആണ്. വൈറ്റമിൻ സിയുടെ അപര്യാപ്തതയാണ് സ്കർവി ഉണ്ടാവാൻ കാരണം. ദെൻ വൈറ്റമിൻ ഡി കാണാം അഥവാ റിക്കറ്റ്സ്. എന്താണ് നിശാന്തത അഥവാ നൈറ്റ് ബ്ലൈൻഡ്നെസ്? ഇരുട്ടിലും മങ്ങിയ വെളിച്ചത്തിലും അനുഭവപ്പെടുന്ന കാഴ്ചക്കുറവാണ് നിശാന്തത. നിശാന്തതയുള്ള വ്യക്തികൾക്ക് പകലും രാത്രിയിൽ നല്ല വെളിച്ചത്തിലും കാഴ്ചയ്ക്ക് യാതൊരു തകരാറും ഉണ്ടായിരിക്കുകയില്ല.